വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മാളുക്കുട്ടിയുടെ അംഗനവാടിയിലെ ഓണാഘോഷമായിരുന്നു. ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് വെച്ചത്. ഓണത്തിന് മുമ്പ് നടത്താമെന്ന് കുറേ പ്ലാൻ ചെയ്തു. അപ്പോൾ പിള്ളേർക്കെല്ലാം പനിയും കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ദിവസം നോക്കി വെച്ചതായിരുന്നു. മാളുക്കുട്ടീനെ അനിയനെ ആദ്യം തന്നെ കൊണ്ടിവിടെ ഇറക്കിയായിരുന്നു. കാരണം കറിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. കറി വെക്കുന്ന കൂട്ടത്തിൽ അവരും ഇങ്ങ് പോകുന്നേ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് മാളുക്കുട്ടിയൊക്കെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ മാളുക്കുട്ടിയാണെങ്കിൽ കൂട്ടുകാരെ എല്ലാം കാണിക്കാൻ വേണ്ടി കുഞ്ഞിച്ചെറുക്കനെ വന്ന് ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പിന്നെ മറ്റുള്ള പിള്ളേർ അവനെ വന്ന് പിടിക്കുമ്പോൾ ഉണ്ടല്ലോന്നെ മാളുക്കുട്ടി വന്ന് തട്ടി മാറ്റി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആർക്കും അവനെ പിടിക്കാൻ പറ്റത്തില്ല. ഈ കൂട്ടുകാരൊക്കെ വന്ന് കയ്യെ പിടിക്കുമ്പോൾ മാറെന്നൊക്കെ പറഞ്ഞ് മാറ്റി വരുന്നത്. കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയും പിടിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ നിലത്ത് കിടത്തിയതുണ്ടാക്കി വെച്ചിട്ട് കൈയൊക്കെ പിടിച്ച് മാറ്റി വരുന്നു. മാളെ വീഡിയോ എടുക്കാൻ പോലും ആൾ സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം അവനെ അവിടെ കടത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ മാളും കൂടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചപ്പോഴത്തേനും അവൻ എന്താ പോലെ അപ്പം അവൻ കിടന്ന് കുറേ കരഞ്ഞ്. പിന്നെ അവനെ എടുത്തുകൊണ്ട് കിടന്ന് കരച്ചിലൊക്കെ മാറ്റി. പിന്നെ ഇതുണ്ടാ പെൺപിള്ളേരെല്ലാം പട്ടുപാടെ ആൺപിള്ളേരായിട്ടുള്ളൊരു മുണ്ട് ഷർട്ട് വരുന്നത് മടക്കിയൊക്കെ കുത്തി നല്ല രസമല്ലായിരുന്നു പിള്ളേരെല്ലാം ഇങ്ങനെ കാണാനായിട്ടേ. പിന്നെ ഞങ്ങൾ നേരെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോയി. കുറച്ച് പൂവൊക്കെ എല്ലാവരും കൊണ്ടുവന്ന്. പിന്നെ അവിടുന്ന് ഈ നേഴ്സറിയുടെ ചുറ്റുവട്ടത്തു നിന്ന് കുറച്ച് പൂവൊക്കെ ഈ പിള്ളേർ പോയി പറിച്ചുകൊണ്ട് വന്ന് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഒരെണ്ണം പോലില്ല വാരിയേക്കണ എനിക്ക് വാരുണ്ടിക്കട്ടെ അതേ നമുക്ക് വാര് മാളു പേർക്ക് ഇവിടം വാര് ഇവിടം പേർക്ക് ബാക്കി കസരകളിയുടെ പിള്ളേരുടെ എടുക്കാൻ പറ്റിയില്ല. മാളുക്കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള വലിയ പിള്ളേരായിട്ടുള്ളവരുടെ നടത്തിയപ്പം ആദ്യത്തെ ഇതിൽ അവൻ ഔട്ടായി. പക്ഷെ അത് ട്രയലായിരുന്നു. പിന്നെ അവനാട്ടോ ഫസ്റ്റ് കിട്ടിയത്. ഇത് ഞാൻ കുറച്ചേറെ നേരം വീഡിയോ എടുത്തായിരുന്നു. പിന്നെ സുന്ദരിക്ക് സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ടായിരുന്നു. അപ്പം കണ്ണ് കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചർ കൈകൊണ്ട് പൊത്തിയിട്ട് തൊടാൻ പറഞ്ഞ് പേപ്പർ പിടിച്ചു കൊടുക്കാനാണ് ഞാൻ നീയാനോട് പറഞ്ഞത്. അപ്പോഴത്തേനും മാളുവിൻ്റെ കൈ പിടിച്ച് നെറ്റിയെ തന്നെ കൊണ്ട് കുത്തിച്ചേ. കറുത്ത് പൊട്ടിൻ്റെ അവിടെ അല്ലല്ലോ പിരികത്തിൻ്റെ അവിടെയായിട്ടേ കൊണ്ട് കുത്തിച്ചു. അത് കഴിഞ്ഞ് ടീച്ചർ കണ്ണേന്ന് കൈ എടുത്തിട്ട് നോക്കി തന്നെ തൊടാൻ പറഞ്ഞപ്പോൾ മാളു കറക്റ്റ് തൊട്ട്. അപ്പോൾ പിള്ളേരെല്ലാം പിന്നെ ആരുടെയും കണ്ണ് കുത്തിയില്ല. നേരെ സുന്ദരിക്ക് പൊട്ട് തൊടാൻ പറഞ്ഞപ്പോൾ നെറ്റിയിലല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിള്ളേർ കുത്തിയെ. ഓരോരുത്തർ മാറി മാറി കുറേ ചിരിക്കാനുണ്ടായിരുന്നു. മാളുക്കുട്ടിക്കാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നേ.
പിള്ളേരെ കൊണ്ട് തവള ചാടിപ്പിച്ച്. എല്ലാവരും ഒന്നും ഇരുന്നില്ല. മാളും വേറെ 2 പിള്ളേരും ഇരുന്നുള്ള, ബാക്കിയുള്ളവർ മടിച്ചിരിക്കുമായിരുന്നു. പിന്നെ മാളുക്കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് വീട്ടിൽ തവള ചാടുന്നതുകൊണ്ട് നല്ല എളുപ്പം ഇഷ്ടമായിരുന്നേ. കുഞ്ഞിച്ചെറുക്കണ വഴക്കാണ് കുറച്ച്. അങ്ങനെ തവളയൊക്കെ ചാടി. മാള് ചാടി ചാടിയാണ്. പിന്നെ എല്ലാവരോടും പാട്ട് പാടാൻ പറഞ്ഞ്. മിക്കവർക്കും മടിയായിരുന്നു. മാളിനോട് ആദ്യമേ പാടണം എന്ന് പറഞ്ഞിട്ട് മാള് മാറിയിരിക്കുമായിരുന്നേ. പിന്നെ വേറൊരു കുട്ടി ആദ്യം പാടി. ടീച്ചർ കേട്ടില്ല. നല്ല സമ്മാനങ്ങളൊക്കെ മേടിക്കണേ. ഓക്കെ. അമൂസ് കൊടുത്തോ? 2 കൂടെ കൊടുത്തോ? ഞാൻ അടുത്തത് പോയി ഉള്ളിക്കുട്ടൻ താങ്ക് യു. സമ്മാനം മേടിക്കാറായിരുന്നു. പിന്നെ കസേരകളി ആരാ? പാട്ടിന്റെ ഫസ്റ്റ് അപ്പോൾ അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയത് ഒരു കപ്പായിരുന്നു. എല്ലാവർക്കും ഒരേപോലത്തെ പല കളറിലെ. പിന്നെ സദ്യ കഴിക്കലായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്താണ്. വീട്ടിൽ നിന്നും ഓരോരുത്തർ 2 കറിയോ 3 കറിയോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഓരോ കറികൾ ഓരോരുത്തരും കൊണ്ടുവന്നു. അങ്ങനെ പിള്ളേർക്കെല്ലാം സദ്യ കൊടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആഘോഷമായിരുന്നു. എന്നാ പറയണ്ടേ, പിള്ളേരൊക്കെ ആണെങ്കിലും നല്ല അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് കളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ സദ്യയും കഴിച്ചു. പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.